ഹായ് ഗൈസ്, ഞാൻ ജീന. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജീനാസ് വേൾഡ് എന്നാണ്. JINAZ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേൾഡ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പം ഇത് അടിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് കിട്ടാറില്ല, ജനാസ് എന്നൊക്കെയാണ് കിട്ടാറ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ സ്പെല്ലിംഗ് ഓരോന്ന് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം ആക്ച്വലി ഞാനൊരു ബ്യൂട്ടി ഹാക്സ് മാത്രമല്ല എടുക്കുന്നത്. കുറേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ തിരഞ്ഞെടുക്കാതെ ഇങ്ങനത്തെ ഒരു പേര് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം. പിന്നെ ഇതെന്ന് പറയുന്നത്, അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഞാനിവിടെ ഒരു നേഴ്സായിട്ട്, കുവൈറ്റിലൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് പുറകെ പറയാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ വീഡിയോ അല്ലേ, ഒത്തിരി വലിച്ചു നീട്ടി ഒരു വീഡിയോ എടുക്കാതെ ഒരു ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ടിപ്പ് നമ്പർ 1, അതായത് ഇപ്പം വേനൽക്കാലമാണല്ലോ, ഭയങ്കര ചൂടുള്ള സമയം. എല്ലാവർക്കും ഭയങ്കര സ്വെറ്റിംഗ് ആകാറുള്ള ഒരു സമയമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, എന്നാലും ഒരു 99% ആൾക്കാർക്കും ഭയങ്കര ഓവർ സെറ്റിംഗ് കാരണം പിന്നെ സ്മെല്ലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്രബാണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഫുൾ ബോഡി സ്ക്രബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഓറഞ്ച് പീല്. ഓറഞ്ച് തൊലിയില്ലേ, നമ്മൾ ഓറഞ്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ നമ്മുടെ റൂമുകളിൽ വെച്ചിട്ട് ആ ചൂടുകൊണ്ട്, അത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഈ AC റൂമിലിരുന്ന് എങ്ങനെയാണ് ഇത് ഉണക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഗ്ലാസ് വിൻഡോ പോലത്തെ ഒരു വലിയ വിൻഡോ ഷെയ്ഡുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ ചൂട് തട്ടി ഇത് ഉണങ്ങും. ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും. ഇപ്പോഴത്തെ ഈ ഒരു ടൈമിങ്ങിൽ, അതായത് ഇത് ചൂടിൻ്റെ ഒരു പീക്ക് ടൈമാണല്ലോ, ഈ ടൈമിൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഞാൻ ചെയ്യാറുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഓറഞ്ച് ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇത് കണ്ടോ, എൻ്റെ ഓറഞ്ച് നന്നായിട്ട്, ഈ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് നന്നായിട്ട് ഉണങ്ങി തന്നെ ഇങ്ങനെ മുറിഞ്ഞു വരും. അതുപോലെ നല്ലതായിട്ട് ഉണങ്ങി. പക്ഷേ എൻ്റെ കളർ ഉണ്ട്, ഒട്ടും ഫെയ്ഡായിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒട്ടും ഫെയ്ഡായിട്ടില്ല. നല്ല അതിൻ്റെ കളർ, അതായത് കളറിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെ തന്നെ ശരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഓറഞ്ചിൻ്റെ പീലും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പച്ചരിയാണ് നമുക്ക് വേണ്ടിയത്. ഞാൻ പച്ചരി ഇവിടുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ് ലെൻറ്റിൽസ് എന്നും പറഞ്ഞിട്ട് മൈസൂർ ദാലോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് നമ്മുടെ ഇത് കണ്ടോ, ഓറഞ്ചിൻ്റെ തൊലി, 2 ഓറഞ്ചിൻ്റെ തൊലി ഞാനിങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റോസാപ്പൂവാണ്. അത് കുറച്ചുകൂടെ വേണം. എൻ്റെ കയ്യിൽ റോസാപ്പൂ ഇവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. നമ്മുടെ നാടൻ റോസാപ്പൂ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഇച്ചിരി ഉള്ളൂ. ഞാൻ ഓൾറെഡി പൊടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചരിയാണ്, 2 സ്പൂൺ അരി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചുമന്ന പരിപ്പെന്ന് പറയുന്നത് ഇതിൽ കറക്റ്റ് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയിൽ ആദ്യം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വേണം പൊടിക്കാൻ. ഓറഞ്ചിൻ്റെ തൊലി പൊടിക്കാന്ന് വെച്ചാൽ ഹാർഡാണ്, അതുകൊണ്ട് മിക്സിക്ക് ഒത്തിരി ഹെവി ആവും. അത് ഫസ്റ്റ് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു വരും. കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞു വരും നമ്മുടെ കയ്യിൽ. അതുപോലത്തെ രീതിയിൽ പൊടിയണം. കളറും മാറിയിട്ടില്ല, കണ്ടില്ലേ, ഉണങ്ങിയിട്ട്. അപ്പോൾ അതിനെ ഇച്ചിരി കൂടെ ഒന്ന് പൊടിച്ചിടുവാണെങ്കിൽ മിക്സിക്ക് അത്രയും ഹെവി ആകത്തില്ല. അപ്പോൾ ആദ്യം അത് പൊടിച്ചതിന് ശേഷം പിന്നെ പച്ചരിയും അതുപോലെ തന്നെ ഈ ചുമന്ന പരിപ്പും കൂടി പൊടിക്കണം. എന്നിട്ട് ഈ അവസാനം റോസാപ്പൂ ഇട്ട് പൊടിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതും കൂടി ഒരുമിച്ച് പൊടിക്കാറാണ് പതിവ്. കാരണം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടേ. പക്ഷെ നമുക്ക് നാട്ടിൽ സമയമുള്ളപ്പോൾ നമ്മളത് പതുക്കെ ഓരോന്ന് ആദ്യം ഓറഞ്ചിൻ്റെ തൊലി പൊടിക്കുക, പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചാലും മതി. അപ്പം പൊടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ഇങ്ങനെ ഇരിക്കും. നന്നായിട്ട് പൊടിക്കണേ, അല്ലെങ്കിൽ ഇച്ചിരി തരി പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര വേദനയാവും ബോഡിക്കൊക്കെ. അപ്പം ജസ്റ്റ് നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിക്കുമ്പോൾ ഒത്തിരി അങ്ങ് പൊടിയും ആകില്ല, എന്നാൽ അതിനകത്ത് തരിയും ഉണ്ടാവും. നല്ലതാണ്. ഇത് നമുക്ക് തൈര് ഒഴിച്ചിട്ട് നമുക്ക് മുഖത്ത് സ്ക്രബ് ചെയ്യാൻ, ഫേഷ്യലിനും ഒക്കെ ഇടാം. അതല്ല നമുക്കിതിനൊക്കെ മടിയാണെങ്കിൽ കുളിക്കാൻ പോകുമ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നിറച്ച് വെക്കണേ. ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇതിനകത്ത് നിറയുണ്ട് കേട്ടോ സാധനം, അതിനകത്തേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് അങ്ങ് പോവും. ഫുൾ ബോഡി കുളിക്കുന്ന സമയത്ത് സോപ്പിന് പകരം ഫുൾ ബോഡി സ്ക്രബ് ചെയ്യും. സ്ക്രബ് എപ്പോഴും നല്ലതല്ല,
പക്ഷേ ഞാൻ പറയുക ഫുൾ ബോഡി സ്ക്രബ് ചെയ്യും, എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ പോലെ. പക്ഷേ സമയമുണ്ടെങ്കിൽ, എല്ലാവർക്കും ചെയ്യാൻ മടിയില്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് തൈര് ഇട്ടിട്ട് മുഖത്തേക്ക് നോക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഇത് അതുതന്നെ ഈ സ്മെല്ലുള്ളവർക്ക്, ബോഡിയിൽ സ്വെറ്റ് സ്മെല്ലുള്ളവർക്കൊക്കെ ഒത്തിരി നല്ല, കാരണം ഇതിൻ്റെ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു, നല്ല ബോഡി സ്മെൽ, നല്ലൊരു ഈ ഓറഞ്ചിൻ്റെ ഇല്ലേ നല്ല മണമാണ്. അത് നമ്മുടെ ബോഡിയിലേക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കുളിച്ചിറങ്ങുമ്പോൾ തന്നെ ബാത്റൂമിലും ആ ഓറഞ്ചിൻ്റെ മണമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നല്ലൊരു സ്ക്രബാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും എല്ലാം എനിക്ക് അയയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. അപ്പം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.